ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ മേഘയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവളുടെ അച്ഛൻ. ഒരുപാട് നേരം കഴിഞ്ഞപ്പോഴാണ് മേഘ എത്തിയിട്ടുണ്ടായിരുന്നത്. മേഘയാണെങ്കിൽ ആകെ പരിഭ്രമത്തോടെയാണ് വന്നിട്ടുള്ളത്. അവൾ വന്നപ്പോൾ തന്നെ ചുറ്റിലും നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്തിനാ വരാൻ പറഞ്ഞത്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മോളെ വിളിച്ചു വരുത്തിയത്. അപ്പോഴും മേഘ പരിഭ്രമത്തോടെ ചുറ്റിലും നോക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്താ വിഷയം എന്ന് വെച്ചാൽ വേഗം പറയണം. നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാവും. നിങ്ങൾ പണമെടുക്കുന്ന CCTV ഫുട്ടേജ് വെച്ചിട്ട് മനീഷ് നിങ്ങളെയും തേടി ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ പോലീസിൽ ഒറ്റ കൊടുക്കും. അപ്പോൾ അയാൾക്കും അത് അറിയുന്ന കാര്യമായതുകൊണ്ട് അയാൾ പറയുന്നുണ്ട്, ശരിയാണ്, ഇനി ഞാൻ അവൻ്റെ കണ്ണിൽ പെടാതെ ശ്രദ്ധിച്ചോളാം. ഓക്കെ, എന്തിനാ അച്ഛൻ വിളിച്ചു വരുത്തിയത് അത് പറ. അപ്പോഴാണ് അയാളുടെ ആവശ്യം പറയുന്നത്. നിന്റെ അനിയനും അനിയത്തിയും പഠിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്ന് നിനക്കറിയാലോ. നീയാണെങ്കിൽ ഇപ്പോൾ മഹേന്ദ്രൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ ചെയർമാനുമായിട്ടാണ് ഉള്ളത്. മേഘ അതിനൊന്നും മറുപടി പറയുന്നില്ല. അവളിങ്ങനെ പരിഭ്രമത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കാം. നമ്മുടെ കമ്പനിയിൽ തന്നെ അവർക്ക് രണ്ടുപേർക്കും നീ നല്ലൊരു ജോലി ആക്കി കൊടുക്കാമോ? അതിനുശേഷം ഞാൻ നിന്നെ പിന്നീട് ശല്യപ്പെടുത്തുകയില്ല മോളെ. അപ്പോൾ മേഘ അച്ഛന് വാക്ക് കൊടുക്കുന്നുണ്ട്, സുരേന്ദ്രനും പൂജയ്ക്കും നമ്മുടെ കമ്പനിയിൽ തന്നെ ഞാൻ നല്ലൊരു ജോലി തീർച്ചയായിട്ടും കൊടുക്കും. പക്ഷേ 2 മാസം കൂടെ കഴിയട്ടെ. ഇപ്പോഴത്തെ അവസ്ഥ ശരിയല്ല അച്ഛാ. മഹേന്ദ്രൻ അച്ഛൻ എൻ്റെ പേരിൽ കേസ് വരെ കൊടുത്തിട്ടാണുള്ളത്. അത് കേട്ടതും അവളുടെ അച്ഛൻ്റെ മുഖം ആകെ ഒരു സങ്കടത്തിലാവുകയാണ്. അപ്പം മേഘ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മഹേന്ദ്രൻ അച്ഛൻ, ലക്ഷ്മി അമ്മ, സിദ്ധു, ചന്ദ്രിക എല്ലാവരും എൻ്റെ മേൽ കട്ട കലിപ്പിലാണുള്ളത്. ഞാൻ എന്താ ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ സിദ്ധു എന്നെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയം നോക്കിയിട്ട് ഞാൻ എൻ്റെ അനിയനും അനിയത്തിക്കും ജോലി വാങ്ങിക്കൊടുത്താൽ അത് അവർക്കിടയിലൊരു സംശയം ഉണ്ടാക്കും. അത് കേട്ടതും ശരവണൻ ആകെ സങ്കടത്തിലാവുകയാണ്. അതേസമയം റോഡിൽ കൂടി മനീഷിൻ്റെ കാറ് പോകുന്നുണ്ടായിരുന്നു. മേഘയുടെ കാറിന് ഓവർടേക്ക് ചെയ്ത് പോയ സമയത്ത് അവൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ തന്നെ ചിന്തിക്കുന്നത്, ഇത് മേഘയുടെ വണ്ടിയാണല്ലോ. വന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആരുമില്ല. ഒരുപക്ഷേ മേഘ ഈ പാർക്കിലുണ്ടാവുമായിരിക്കും, മനീഷ് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ പാർക്കിനകത്തേക്ക് കയറുന്നുണ്ട്. ആ സമയത്ത് ശരവണൻ മകളോട് പറയാണ്, ശരി മോളെ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതെ നീ ശ്രദ്ധിച്ചോളൂ. അച്ഛനോട് സംസാരിച്ച് തിരിഞ്ഞതും മേഘ നേരെ കാണുന്നത് മനീഷിനെയാണ്. അവൾ ആകെ പരിഭ്രമത്തോടെ അച്ഛനോട് പറയുന്നുണ്ട്, അയ്യോ അച്ഛാ, ആ മനീഷിൻ്റെ ഇവിടെ വന്നിട്ട്. അത് കേട്ടതും ശരവണനും അങ്ങോട്ടേക്ക് നോക്കുകയാണ്. അയാളും മനീഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ ആകെ പരിഭ്രമത്തോടെ ടെൻഷനോടെ പറയുന്നുണ്ട്, അയ്യോ, നിങ്ങളുടെ കൂടെ എന്നെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ പണം മോഷ്ടിച്ചതെന്ന് അവന് മനസ്സിലാവും. അച്ഛാ, വേഗം പൊയ്ക്കോ അച്ഛാ. ശരി മോളെ, ഞാൻ വേഗം തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ പോക്കറ്റിൽ നിന്നും മാസ്ക് എടുത്തിട്ട് മുഖത്തേക്ക് വെക്കുകയാണ്. അപ്പോഴും മേഘ ധൃതി കൂട്ടുന്നുണ്ട്, അയ്യോ അച്ഛാ, വേഗം ഒന്ന് പോവച്ചാ. ശരി മോളെ, ഞാൻ ഇപ്പം തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് വേഗം മാസ്ക് എടുത്ത് വെക്കുകയാണ്. മനീഷ ആ സമയം കൊണ്ട് അവരുടെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മനീഷ അപ്പോഴും അവരെ രണ്ടുപേരെയും കണ്ടിട്ടില്ല. അപ്പോൾ മേഘയോട് യാത്ര പറഞ്ഞിട്ട് ഫോണിൽ നോക്കിക്കൊണ്ട് മാസ്കും ധരിച്ചുകൊണ്ട് ശരവണൻ അവിടുന്ന് പോവുകയാണ്. മനീഷിനെ പാസ് ചെയ്തിട്ടാണ് ശരവണൻ പോയിട്ടുണ്ടായിരുന്നത്. മനീഷ് എന്തോ ഒരു സംശയം കൊണ്ട് തിരിഞ്ഞ് അയാളെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് മാസ്ക് വെച്ചതുകൊണ്ട് തന്നെ അവനും വ്യക്തമായതുമില്ല. മനീഷ് അച്ഛനെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്ന കണ്ടതും മേഘയ്ക്ക് വല്ലാതെ പേടിയാവുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു ദൂരം കൂടി അയാൾ പാസ് ചെയ്ത് പോയപ്പോൾ മേഘ ഒന്നും അറിയാത്തതുപോലെ ഫോൺ എടുത്ത് നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനീഷ് വന്നിട്ട് വേഗം ഹായ് എന്ന് പറഞ്ഞപ്പോൾ മേഘ പരിഭ്രമത്തോടെ എഴുന്നേറ്റിട്ട് ഹായ് എന്ന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അല്ല, നിന്റെ കൂടെ ആരോ ഒരാൾ ഇരുന്നിട്ട് ഇവിടുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നില്ലേ, അതാരാണ്? മനീഷ് ചോദിച്ചതും പെട്ടെന്ന് മേഘയ്ക്ക് എന്താ പറയേണ്ടതെന്ന് മനസ്സിലായില്ല. കുറച്ചു നേരത്തെ ആ ഒരു ടെൻഷന് ശേഷമാണ് മേഘ പറഞ്ഞത്, അത് എനിക്ക് അറിയുന്ന ഒരാളാണ്. ഓ, അങ്ങനെയാണോ? ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ മേഘ കുറച്ചൊരു സമാധാനത്തോടെ പറയാണ്, ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പെട്ടെന്ന് തന്നെ മേഘ വിഷയം മാറ്റാണ്, അല്ല, നീ എന്താ ഇവിടെ വന്നത്? അത് ഞാൻ റോഡിൽ കൂടി പോയപ്പോൾ നിന്റെ കാറ് പുറത്ത് കണ്ടായിരുന്നു. അപ്പോൾ നീ പാർക്കിനകത്ത് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അച്ഛനെ മനീഷ് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ മേഘ കുറച്ചൊരു ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ശരി പറ, എന്തിനാ വന്നത്? അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊരു സീരിയസ് ആയ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ കള്ളൻ എൻ്റെ അടുക്കൽ നിന്ന് പണം അടിച്ചു മാറ്റിയതും പോരാതെ ആളുകളെ വെച്ചിട്ട് എന്നെ ഉപദ്രവിക്കാനും ശ്രമിച്ചു. ഒന്നും അറിയാത്തതുപോലെ മേഘ സംസാരിക്കുകയാണ്. അയ്യോ, അങ്ങനെയാണോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പോൾ മനീഷ് പറയാണ്, എനിക്ക് കളരി അറിയാവുന്നത് കൊണ്ട് ഞാൻ അവരെ ഓടിച്ചു വിട്ടു. ഇല്ലെങ്കിൽ അന്ന് തന്നെ എൻ്റെ കഥ കഴിഞ്ഞേനെ. അപ്പോൾ മേഘ സഹതാപത്തോടെ പറയുന്നുണ്ട്, ശരി, ഞാൻ ഇതുകൂടെ പോലീസിനോട് പറഞ്ഞോളാം, നീ കുറച്ച് ശ്രദ്ധയോടെ നിൽക്ക്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, മേഘ, പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായില്ലേ, പക്ഷേ അവരൊരു തീരുമാനത്തിലോ അല്ലെങ്കിൽ ആ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ മേഘ പിന്നീട് വിഷയം കൂടുതൽ വഷളാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവരതിനൊരു തീരുമാനം എടുക്കും, നീ ടെൻഷൻ ആവണ്ട, എനിക്ക് സമയമായി, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മേഘ വേഗം എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും മനീഷ് മേഘയുടെ കൈ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മനീഷ് പിടിച്ചതുകൊണ്ട് തന്നെ മേഘയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ ദേഷ്യത്തോടെ മനീഷിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനീഷ് പറയുന്നുണ്ട്, എന്താ മേഘ ഒരു അന്യനായ ഒരാളോട് സംസാരിച്ചിട്ട് പോകുന്നത് പോലെ, നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടിട്ട് തന്നെ എത്ര നാളായി, ഒരു 5 മിനിറ്റ് പോലും എന്നോട് സംസാരിക്കാൻ നിനക്ക് താല്പര്യമില്ലേ? മനീഷ് കുറച്ചൊരു പ്രണയത്തോടെയാണ് സംസാരിക്കുന്നത്. പക്ഷെ മേഘയാണെങ്കിൽ കടുത്ത ദേഷ്യത്തിലാണുള്ളത്. അവൾ അവനോട് തട്ടിക്കയറുകയാണ്. നോൺസെൻസ്, പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് കൈ കയറി പിടിക്കുന്നോ? മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക? അപ്പം മനീഷും ദേഷ്യത്തോട് ചോദിക്കുകയാണ്, എന്ത് വിചാരിക്കാനാ? ഒന്നുകിൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് വിചാരിക്കും, അതല്ലെങ്കിൽ കാമുകിയും കാമുകനും ആണെന്ന് വിചാരിക്കും, അതല്ലേ സത്യം? അപ്പം മേഘ ദേഷ്യത്തോട് പറയുന്നുണ്ട്, ഷഡപ്പ്, ഇതുപോലെ എന്നോട് സംസാരിക്കരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനീഷ്, ഞാൻ വീണ്ടും പറയാണ്, എന്നെ മറന്നേക്ക്. ഇതുപോലെ വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കില്ല. മനീഷിനെ വാൺ ചെയ്തിട്ട് ദേഷ്യത്തോടെ മേഘ പോവുകയാണ്. മനീഷ് പിന്നീന്ന് ഒരുപാട് പ്രാവശ്യം മേഘ മേഘ എന്ന് വിളിച്ചെങ്കിൽ അവൾ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. മേഘ ഓഫീസിലെ ക്യാബിനിലിരിക്കുന്ന സമയത്താണ് മനോഹരൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ചന്ദ്രിക ക്യാബിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ചന്ദ്രികയുടെ സീറ്റിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് മേഘയ്ക്ക് മുന്നിലായിട്ട് ഇരുന്നിട്ട് മനോഹരൻ ചോദിക്കുന്നുണ്ട്, അല്ല മേഘ, ചന്ദ്രിക ഇനിയും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ മേഘ പുച്ഛത്തോടെ പറയാണ്, അവൾ എവിടെ പോവാനാ, ഏതെങ്കിലും ക്ലയൻറ്റിനെ തിരഞ്ഞു പോയിട്ടുണ്ടാവും. അവൾ നമ്മളെടുത്ത് തള്ളി മറിച്ചതല്ലേ, ഒരാഴ്ച കൊണ്ട് ഇതിനേക്കാളും വലിയ ക്ലയൻറ്റിനെ അവൾ കൊണ്ടുവരുന്നു. അതിനുവേണ്ടി ഓരോ ക്ലയൻറ്റിനെയും തേടി തേടി അലയുന്നുണ്ടാവും. മേഘ പുച്ഛത്തോടെ പറയുകയാണ്. അതേ പരിഹാസത്തോടെ മനോഹരനും പറയുന്നുണ്ട്, അവൾ എത്ര തന്നെ അലഞ്ഞാലും ഒരു ക്ലയൻറ്റ് പോലും അവൾക്ക് കിട്ടാൻ പോകുന്നില്ല. അവളുടെ മുഖം കണ്ടാൽ തന്നെ അവർക്ക് ആരെങ്കിലും വർക്ക് കൊടുക്കുമോ? അവളെ കണ്ടാൽ തന്നെ അറിയാം അവളൊരു പട്ടിക്കാടുകാരിയാണെന്ന്. അവളെ കൊണ്ട് ഈ ജന്മത്തിൽ എന്തായാലും നിനക്ക് മുകളിലേക്ക് വരാൻ സാധിക്കില്ല. മനോഹരൻ മേഘയെ പുകഴ്ത്തുകയാണ്. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് സന്തോഷമായിട്ട് മേഘയും പരിഹാസത്തോടെ ചന്ദ്രികയെ പരിഹസിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം മനോഹരൻ പറയുന്നുണ്ട്, മേഘ, ഞാനൊരു കാര്യം പറഞ്ഞ് നീ തെറ്റിദ്ധരിക്കുമോ? എന്താന്ന് പറ അങ്കിൾ. അപ്പോൾ അയാൾ പറയാണ്, വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ മഹേന്ദ്രനും ലക്ഷ്മിയും പെട്ടുപോകുന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജോളിയായിട്ട് വീട്ടിൽ മകളോടും കൊച്ചുമകളോടും അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവരിങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല മേഘ. അത് കേട്ടതും മേഘയ്ക്കും തോന്നുന്നുണ്ട് ശരിയാണല്ലോ എന്ന്. മാത്രമല്ല അവൾ അങ്കിളിനോട് ചോദിക്കുകയാണ്, അപ്പോൾ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണല്ലോ അങ്കിൾ വന്നിരിക്കുന്നത്. ശരിയാ നീ പറഞ്ഞത്. എങ്കിൽ പറയ്, എന്താ തീരുമാനിച്ചിട്ടുള്ളത്? മഹേന്ദ്രൻ്റെ സമാധാനം കളയണമെങ്കിൽ ഒരു കാര്യമുണ്ട്. മഹേന്ദ്രൻ ജോലിക്ക് കമ്പനിയിൽ വെച്ച ആളുകളൊക്കെ നമ്മൾ ജോലിയിൽ നിന്നും പറഞ്ഞു വിടണം. അത് കേട്ടതും മേഘയും സന്തോഷത്തോടെ പറയാണ്, ആഹാ, ഇത് കൊള്ളാലോ, ഇതൊരു നല്ല ഐഡിയ ആണല്ലോ. അത് മാത്രമല്ല മേഘ, മഹേന്ദ്രൻ ഇതുവരെ ജോലി ചെയ്യിപ്പിച്ച എല്ലാ ജോലിക്കാർക്കും നമ്മൾ ശമ്പളം കൊടുക്കില്ല എന്ന് നമ്മൾ പറയണം. അങ്ങനെ ശമ്പളം വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് മഹേന്ദ്രൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുമെന്ന് പറയണം. അങ്ങനെ ശമ്പളം കിട്ടില്ല എന്ന് വന്നാൽ അവർ തന്നെ ജോലി ഒഴിവാക്കി പോകുമല്ലോ. അതൊരു നല്ല ഐഡിയ ആയിട്ട് മേഘയ്ക്കും തോന്നുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നല്ല ഐഡിയ ആണ് അങ്കിൾ. എങ്കിൽ ഇപ്പം തന്നെ ഇത് വർക്കൗട്ട് ചെയ്തോ. എങ്കിൽ പിന്നെ അവരെല്ലാവരും കൂടി ഒറ്റ കൂട്ടത്തോടെ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് പോയിക്കോളും. മനോഹരൻ അപ്പം തന്നെ അത് നടപ്പിലാക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങൾ ചെയ്ത ജോലിക്ക് നിങ്ങൾ തന്നെ ശമ്പളം തരണമെന്ന് പറഞ്ഞ് മഹേന്ദ്രനെ ഉപദ്രവിച്ചോളും. നല്ല ഐഡിയ ആലോ, കൊള്ളാലോ എന്നൊക്കെ മേഘയും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ മനോഹരനും സന്തോഷത്തോടെ പറയാണ്, അങ്ങനെ ഇവരെല്ലാവരും കൂടി ശമ്പളവും ചോദിച്ചു പോയാൽ മഹേന്ദ്രനൊരു ദേഷ്യം വരാനുണ്ട്. ആ ദേഷ്യം കണ്ട് നമ്മൾ ആസ്വദിക്കണം. അതിനുശേഷം അവർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കാതെ മഹേന്ദ്രൻ കിടന്ന് വലയണം. അത് കണ്ട് നമ്മൾ എൻജോയ് ചെയ്യണം. മനോഹരൻ പറഞ്ഞപ്പോൾ മേഘയുടെ മുഖത്തും ആ ഒരു സന്തോഷം നിറയാണ്. അങ്കിൾ, ഈ കാര്യത്തിൽ എന്നെക്കാളും മിടുക്ക് നിങ്ങൾക്കാണ്. പോയി HR കണ്ടിട്ട് മഹേന്ദ്രൻ ജോയിൻ ചെയ്ത ആൾക്കാരുടെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്ക്. ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ശരി മേഘ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി പോവുകയാണ്. അല്പസമയം കൂടി കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രിക ക്യാബിനിലേക്ക് വരുന്നത്. അവൾ തളർന്നിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മേഘയെ മുഖം വെക്കാതെ വേഗം തന്നെ പോയിട്ട് അവളുടെ ചെയറിൽ ഇരിക്കുകയാണ്. അപ്പോൾ മേഘ പരിഹാസത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക, ഓരോ കമ്പനിയിൽ കയറി ഇറങ്ങി വർക്ക് കിട്ടുമോ ക്ലയൻറ്റിനെ കിട്ടുമോ എന്നൊക്കെ നടന്ന് കഷ്ടപ്പെട്ട് വരുവാണോ? മറുപടിയൊന്നും പറയുന്നില്ലെങ്കിലും ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്, ഞാൻ ക്ലയൻറ്റിനെ കണ്ടിട്ടാണ് വരുന്നത് എന്നുള്ളത് ഇവക്കെങ്ങനെയാണ് മനസ്സിലായത്? അപ്പോഴേക്കും മേഘ വീണ്ടും പരിഹസിക്കുകയാണ്, നീ ആരുടെ അടുത്ത് പോയി കെഞ്ചിയാലും എത്ര കമ്പനി കയറി ഇറങ്ങിയാലും ആരും നിനക്ക് പ്രൊജക്റ്റും വർക്കും തരില്ല. ഒരു ക്ലയൻറ്റ് നമുക്ക് ഓർഡർ തരണമെങ്കിൽ അതിന് നമ്മുടെ ലുക്കും നമ്മുടെ ആ ഒരു കഴിവും ഒക്കെ മെയിൻ ഘടകമാണ്. നിന്റെ മുഖവും നിന്റെ ഡ്രസ്സും കണ്ടാൽ തന്നെ നീ ശരിയായ പട്ടിക്കാടാണെന്ന് മനസ്സിലാവുന്നുണ്ട്.
മേഘ മാക്സിമം ചന്ദ്രികയെ പ്രവോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പരിഹസിച്ച് ചന്ദ്രികയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ വീണ്ടും പറയുന്നുണ്ട്, നിന്റെ കണ്ടാൽ തന്നെ ഒരു ക്ലയൻറ്റും നിനക്ക് ഓർഡർ തരില്ല. അപ്പോഴേക്കും ചന്ദ്രികയും പരിഹാസത്തോടെ തിരിച്ചു പറയാണ്, നിന്നെപ്പോലെ ഡ്രസ്സ് ചെയ്തിട്ട് ഇംഗ്ലീഷും സംസാരിക്കുന്നവർക്ക് മാത്രമേ എല്ലാം മനസ്സിലാവുള്ളൂ എന്ന് ചിന്തിക്കുന്നവരും ഇവിടെയുണ്ട്. പക്ഷേ അധ്വാനത്തിനും സത്യസന്ധതയ്ക്കും വില കൊടുക്കുന്നവരും ഇവിടെ തന്നെയാണ് ഉള്ളത്. എനിക്ക് പറ്റിയ ക്ലയൻറ്റിനെ കണ്ടുപിടിച്ച് തേടി ചെന്ന് ഞാൻ ഓർഡർ അവരുടെ അടുത്ത് കൊടുത്തോളാം. തീർച്ചയായിട്ടും അവരെനിക്ക് അവസരം തരും. ഇനി നിന്നെപ്പോലെ ലുക്ക് കണ്ടിട്ട് മാത്രം വർക്ക് തരുന്നവർക്ക് അവസാനം വിജയം ഉണ്ടാവില്ല. ചന്ദ്രികയുടെ സംസാരം കേൾക്കുന്തോറും മേഘ പരിഹാസത്തോടെ പുച്ഛിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, എന്നെപ്പോലെ അധ്വാനിച്ച് വിജയം കണ്ടെത്തുന്നവർക്ക് എപ്പോഴും വിജയം മാത്രമേ ഉണ്ടാവൂ. നിനക്ക് എങ്ങനെയാണ് പ്രൊജക്റ്റ് കിട്ടുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ, മേഘ പരിഹാസത്തോടെ പറയാണ്. അപ്പോഴേക്കും മനോഹരൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മേഘ, നീ പറഞ്ഞതുപോലെ ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. മഹേന്ദ്രൻ ഡയറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്തത് 30 പേരാണ്. ആ 30 പേരും അയാളുടെ അടിമകളാണ്. ആ 30 പേരെയും HR-ൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും ചന്ദ്രിക ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇവരെന്തൊക്കെ ഈ പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. മേഘയാണെങ്കിൽ ചന്ദ്രിക ഇടത് കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ആഹാ കുഴപ്പമില്ലല്ലോ, ഞാൻ പറഞ്ഞപ്പോഴേക്കും അങ്കിൾ ഇത്രത്തോളം കാര്യങ്ങൾ കൊണ്ടെത്തിച്ചോ. നോക്കിക്കോ, ഇനി കുറച്ചു നേരം കൊണ്ട് എല്ലാവരും തിരമാല അടിച്ചതുപോലെ ഇങ്ങോട്ടേക്ക് കയറി വരും. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ മാഡത്തിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അപ്പം മേഘ പറയുന്നുണ്ട് വന്നോട്ടേന്ന്. അങ്ങനെ അവിടെയുള്ള ആ ബാക്കി പിരിച്ചുവിടണം എന്ന് പറഞ്ഞ സ്റ്റാഫുകളൊക്കെ മേഘയുടെ റൂമിലേക്ക് വരികയാണ്. ചന്ദ്രികയ്ക്ക് പെട്ടെന്ന് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് മേഘ ചെയ്ത് കൂട്ടുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണമായിരുന്നു. അപ്പോഴേക്കും അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ വന്നിട്ട് മേഘയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മാഡം എന്തിനാണ് HR ഞങ്ങളോട് സംസാരിച്ചിട്ട് ഞങ്ങളോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞത്? പെട്ടെന്ന് എന്താ ഇങ്ങനൊരു തീരുമാനം? മേഘ ഒന്നും അറിയാത്തതുപോലെ നിഷ്കളങ്കയായിട്ട് പറയാണ്, അത് കമ്പനിയിൽ വലിയ ടേൺ ഓവർ ഒന്നും ഇല്ല, അതുകൊണ്ട് തൽക്കാലം ആൾക്കാരുടെ എണ്ണം കുറക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നവരാണ്, പക്ഷേ വേറൊരു വഴിയുമില്ല, നിങ്ങളെ ഇവിടെ തൽക്കാലം ജോലിക്കെടുക്കാൻ നിർവാഹമില്ല. മേഘ അത്രയും കൂളായിട്ട് അവരെ ഒഴിവാക്കുകയാണെന്ന് മനസ്സിലായതും ചന്ദ്രിക ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ മേഘ പരിഹാസത്തോടെ അവരോട് പറയുന്നുണ്ട്, നിങ്ങളൊരു നല്ല കമ്പനി കണ്ടെത്തി ജോലിക്ക് ചേർന്നോ? അപ്പോൾ അവരും ആകെ സങ്കടത്തോടെ പറയാണ്, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യാൻ മാഡം? അതിലൊരാൾ പറയുന്നുണ്ട്, അടുത്ത മാസം എൻ്റെ മോളുടെ കല്യാണമാണ്, ഇങ്ങനെ പെട്ടെന്ന് ജോലിയെന്ന് പറഞ്ഞു വിട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ മേഘ അതൊന്നും മുഖവിലക്ക് എടുക്കുന്നില്ല. നിങ്ങളെ മഹേന്ദ്രനല്ലേ ജോലിക്ക് നിർത്തിയത്, അപ്പോൾ പിന്നെ മഹേന്ദ്രനെ തന്നെ പോയിട്ട് കണ്ടിട്ട് കാര്യം സംസാരിക്കേ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ജോലി ചെയ്തതെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും മേഘ അതൊന്നും കാര്യമാക്കുന്നില്ല. മാത്രമല്ല ഈ ഒരു മാസത്തതും കഴിഞ്ഞ മാസത്തതും ശമ്പളം മഹേന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങിച്ചോന്നും കൂടെ പറയുകയാണ്. അവർ വീണ്ടും ഇത് തന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലിയിൽ നിന്നും പറഞ്ഞയക്കരുതേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മേഘ കൂളായിട്ട് അങ്കിളിനോട് പറയാണ്, അങ്കിൾ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഇവരോടൊക്കെ പോകാൻ പറ. മനോഹരൻ അവരെയൊക്കെ പിടിച്ച് തള്ളുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇതിലൊരു ന്യായം ഉണ്ടാക്കാതെ ഞങ്ങൾ പോവില്ല. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, നിന്റെ ന്യായം അന്യായം ഒക്കെ മഹേന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചാൽ മതി, ഇവിടെ വെച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ നല്ലോണം കൊള്ളും. എല്ലാവരെയും പിടിച്ച് മനോഹരൻ തള്ളുന്നത് കണ്ടപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ ചാടി എഴുന്നേക്കാണ്. നിർത്ത്. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്നവരടുത്ത് ഇങ്ങനെയാണോ പെരുമാറുക? ഇനി ഒരു പ്രാവശ്യം കൂടി അവരുടെ അടുത്ത് ഇതേപോലെ മോശമായിട്ട് പെരുമാറി ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പ്രതികരിക്കുക. അപ്പോൾ മേഘ പരിഹസിക്കാണ്, അയ്യോ അമ്മാടി പുണ്യവതി, ഒരു കാര്യം ചെയ്, നീ നിൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ട് ഇവർക്ക് ശമ്പളം വാങ്ങിക്കൊടുക്ക്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അവർ ജോലി ചെയ്തത് നിൻ്റെ കമ്പനിയിലാണ്, എന്താ കളിക്കുകയാണോ? അപ്പോൾ മേഘയും പരിഹസിക്കുന്നുണ്ട്, അതെ ചന്ദ്രിക, നിൻ്റെ കൂടെ കളിക്കുന്നത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇനിയും ഒരുപാട് കളികൾ നിൻ്റെ കൂടെ കളിക്കാനുണ്ട്, എല്ലാ കളികളിലും നീ തോക്കാൻ പോവാണ്. ചന്ദ്രിക നല്ല ദേഷ്യത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, നിന്നെപ്പോലെ നന്ദിയില്ലാത്ത ഒരാളുടെ കൂടെ ജോലി ചെയ്യുന്നതിനേക്കാളും നല്ലത് അവർ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നതാ. എന്നിട്ട് ആ സ്റ്റാഫുകളോടായിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അച്ഛനോട് സംസാരിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ശമ്പളം ഞാൻ ഇവളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിത്തരാം. അതൊക്കെ കേട്ടപ്പോഴൊക്കെ മേഘ പുച്ഛത്തോടെ ചിരിക്കുകയാണ്. അവരെല്ലാവരും ചന്ദ്രികയ്ക്ക് നന്ദി പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മേഘ ചന്ദ്രികയെ പരിഹസിക്കുകയാണ്, ഓ എൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങി നീ ഇവർക്ക് കൊടുക്കുമല്ലേ? എന്തൊക്കെയാ അങ്കിൾ ഇവൾ കോമഡി ആയിട്ട് പറയുന്നതല്ലേ? അത് നീ പറഞ്ഞല്ലോ മോളെ കോമഡിയാണെന്ന്, ചിരിച്ച് തള്ളിക്കളഞ്ഞേക്ക് എന്ന് മനോഹരനും പറയാണ്. ചന്ദ്രിക ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്നും കുറച്ച് ആൾക്കാർ മേഘയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ 30 ലക്ഷം രൂപയോളം മഹേന്ദ്രൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്നും ആ ഫയലൊക്കെ വാങ്ങി നോക്കുകയാണ്. പക്ഷെ അതൊന്നും കമ്പനിയുടെ പേരിലല്ല, പേഴ്സണൽ ലോണായിട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് മേഘയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം തന്നെ മേഘ പറയുന്നുണ്ട്, കമ്പനിയുടെ പേരിലെടുക്കാത്ത ലോൺ കമ്പനിക്ക് ബാധ്യത ഉള്ളതല്ല എന്ന്. അപ്പോൾ കമ്പനിക്ക് വേണ്ടിയാണ് ഈ ലോൺ എടുത്തിരിക്കുന്നത്, എപ്പോഴും ചെയ്യുന്നത് പോലെ അദ്ദേഹം പേഴ്സണലായിട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ബാങ്കുകാർ പറയുന്നുണ്ട്. അപ്പോൾ മേഘ തീർത്ത് പറയുകയാണ്.
അദ്ദേഹം പേഴ്സണലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കമ്പനി കിട്ടിയോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മഹേന്ദ്രനോട് തന്നെ പോയി ചോദിക്കേണ്ട കാര്യമാണെന്ന്. അവരെത്ര പറഞ്ഞിട്ടും മേഘ അത് കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവർ മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചന്ദ്രിക അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ വന്ന കണ്ടപ്പോൾ ചന്ദ്രിക അവരോട് കാര്യം ചോദിക്കുന്നുണ്ട്, എന്തിനാ വന്നതെന്ന്. അപ്പോൾ അത് നീ അറിയേണ്ട ആവശ്യമില്ല, മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ആളുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി പറയാണ്. അപ്പം ചന്ദ്രിക അകത്തേക്ക് പോയിട്ട് അച്ഛനോട് പറയുന്നുണ്ട് കുറച്ച് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടെന്ന്. ആരാന്ന് മനസ്സിലാവാത്തത് കൊണ്ട് മഹേന്ദ്രൻ പുറത്തേക്ക് വന്നപ്പോൾ ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ്, അവരോട് മര്യാദയോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടൊന്നല്ല വന്നത്, നിങ്ങളെടുത്ത 30 ലക്ഷം രൂപയുടെ 3 മാസത്തെ ഡ്യൂ മുടങ്ങി കിടക്കുകയാണ്, അതിനെക്കുറിച്ച് ചോദിക്കാനാണ് വന്നിരിക്കുന്നതെന്ന്. അത് കേട്ട സമയത്ത് ശരിക്കും മഹേന്ദ്രൻ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഒപ്പം തന്നെ ചന്ദ്രികയും ലക്ഷ്മിയും ഒക്കെ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.